everyone, welcome back to my channel. Today my mother is going to show you how to make chicken momos. It is very tasty and yummy. It's very delicious. If you like it, please subscribe my channel and press the bell button so you could get new videos and new notifications. Guys, it will be very yummy. So let's see how my mother makes chicken momos. So let's start. ഞാനിവിടെ ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ബോൺലെസ് ചിക്കൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ മിക്സ് ചെയ്ത ചിക്കനിലേക്ക് ഇടാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഒനിയൻ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് സ്പ്രിംഗ് ഒനിയൻ ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇവയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ മോമോസിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയുള്ള ചിക്കനാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്ത് എടുത്ത് പരത്തിയെടുക്കണം. അതിനുവേണ്ടി കുറച്ചൊരു മൈദ സ്പ്രെഡ് ചെയ്ത് നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഓരോ പീസും നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓരോ ഉരുളകളും പരത്തിയെടുക്കണം. ഒരു പൂരിയുടെ വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. കനം കുറഞ്ഞ് വേണം പരത്തിയെടുക്കാൻ. കനം കൂടിയാൽ നമ്മുടെ മോമോസ് കട്ടിയായി പോവും. അതുകൊണ്ട് എല്ലാം കനം കുറച്ച് വേണം. ചെറിയൊരു പൂരിയുടെ വലുപ്പം മാത്രം മതി. അങ്ങനെ ഇതുപോലെ വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടിയാകരുത്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഉരുളകളും ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്കും ഇങ്ങനെ ഞൊറിയിട്ട് കൊടുക്കാം. ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം മോമോസൊക്കെ പുറത്ത് പോയി കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ മോമോസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മോമോസും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് സമയം മതി. ഇപ്പോൾ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മോമോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ മോമോസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോമോസ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.